ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലാറ്റിൻ്റെ മേലെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഇവിടെ നിറച്ചു ഒരു ചെടി പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഭയങ്കര ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. അത് ആക്ച്വലി നട്ടത് ഞാനല്ല കേട്ടോ, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്ലാറ്റിൽ തന്നെയുള്ള ദേവസ്യങ്ങളുടെ വൈഫാണ്. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ അടുക്കൽ ചോദിച്ചപ്പം ആൻറ്റിയുടെ അടുക്കൽ പറഞ്ഞു, മീരി അതൊന്ന് പോയി നോക്ക്, അത് ഒരു വെറൈറ്റി ഒരു ഐറ്റമാണെന്നുള്ളത്. എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ചെടി. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ചെടി കാണുന്നത് തന്നെ ഭയങ്കര, രാവിലെ എഴുന്നേറ്റ് വരുമ്പം വളരെ ഭംഗിയാണ്. അതൊരു ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താ? ഇത് സിമ്പിളായിട്ട് നിൽക്കുന്ന പാവലല്ലേ എന്നല്ലേ തോന്നിയത്? പക്ഷേ ഇതല്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന പാവയ്ക്കയുടെ വലുപ്പമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്നൊന്നും കാണാൻ സാധിക്കാത്ത ഒരു പ്രത്യേകതരം പാവയ്ക്കാണ് ഇതിലുണ്ടാകുന്നത്. ഇതെന്തോ ഔഷധ ഗുണമുള്ളതാണെന്നൊക്കെയാണ് ആൻറ്റി പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, പറിച്ച് കാണിച്ചു തരാം. കുറച്ച് ആൻറ്റി എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് മേലെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് പറിച്ചിട്ട്, ഇത് പാടാണ്, ഇവനെ കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട്. നോക്ക്, ഇത്രയേ ഉള്ളൂ. ഇത് ആക്ച്വലി മൂത്ത ഒരു പാവയ്ക്കാണ്. കണ്ടാൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത്രയും ചെറിയ പാവയ്ക്ക. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇത്രയും ചെറിയ പാവയ്ക്ക. ഇത് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നോർമൽ പാവയ്ക്കയുടെ പോലെ തന്നെ കുരുവും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു പാവയ്ക്കയുടെ മാക്സിമം വലിപ്പം ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞൻ പാവയ്ക്കകളാണ്. പക്ഷേ കുറേ വേണ്ടി വരും ഒരു കറിക്ക്. അങ്ങനെ നമുക്ക് കുറച്ച് പാവയ്ക്ക ഇതിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. ഇതിങ്ങനെ മേളിലേക്ക് കയറി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ സെക്കൻഡ് ഫ്ലോർ കഴിഞ്ഞ് തേർഡ് ഫ്ലോർ വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അത് പറിച്ച് താഴെയിട്ടിട്ടത്. ഇത്രയേ ഉണ്ടാവുള്ളൂ ഒരു പാവയ്ക്ക. ഇത് തപ്പിയെടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. എല്ലാ വള്ളിയിലും നിറച്ചും പിടിച്ച് കിടപ്പുണ്ട്. അത് നോക്ക്, എല്ലാത്തിനും ഇത്രയും വലിപ്പമുള്ളൂ. ഇതിൻ്റെ അകത്ത് പഴുത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഇട്ട ഈ പാവയ്ക്കയില്ലേ, ഇത് ആക്ച്വലി വളരെ മൂത്ത പാവയ്ക്കയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് വളരെ മൂത്ത പാവയ്ക്കാണ്. ഇത് കുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുരു ഉണ്ടാവും. അത് അത്രയും കട്ടിയുള്ള കുരു തന്നെ ഉണ്ടാവും. നമ്മളത് ഓരോന്നും മാറ്റി വേണം ഇതുണ്ടാക്കാൻ. കുറേ എണ്ണം വേണ്ടി വരും ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട്. ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതെടുത്ത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ പാവയ്ക്കയില്ലേ, ആ പാവയ്ക്കയും കൂടി ഇട്ട് സവോളയും കൂടി ഇട്ട് ഒരു മെഴുക്കുരട്ടി ഉണ്ടാവും. അപ്പം നമുക്ക് കറക്റ്റ് ഒരു കറിക്കുള്ളതാവും. എന്നാലേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇതിന് എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് ആൻറ്റി പറഞ്ഞത്. എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുക. നോക്ക്, എന്ത് ഭംഗിയല്ലേ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ ഇല തീരെ ചെറുതായിരിക്കും. ഇതിങ്ങനെ കാട് പോലെ അങ്ങ് പിടിക്കും. കണ്ടോ എന്തോരമാണെന്ന് നോക്കൂ, നിറച്ചു. അമ്മേ കണ്ടോ, ഇതിങ്ങനെ പിടിച്ച് മേലെ ഫ്ലാറ്റിൽ അങ്ങോട്ട് കയറിപ്പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം അതെല്ലാം വലിച്ച് ഞങ്ങൾ താഴേക്കാക്കി. എന്ത് രസമല്ലേ ഇങ്ങനെ കാട് പോലെ പിടിച്ച് നിൽക്കുന്ന കാണാൻ. പക്ഷേ ആ കൂടെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ നോക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ ആളെ കാണത്തില്ല, അത്രയ്ക്കും കുഞ്ഞനാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളിന്ന് പറിച്ച പാവയ്ക്ക. എത്രയും നേരത്തെ പറിച്ചിട്ടും ആകെ ഇത്രയേ കിട്ടിയുള്ളൂ. നമുക്ക് ഇത് പറിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര അധ്വാനമാണ് ശരിക്കും പറയാം. പക്ഷേ ആക്ച്വലി ടേസ്റ്റും അതേമാതിരി ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയതെന്ന് പറയുന്നത് ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇത്രയും പഴുത്തത് ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഒരു പാവയ്ക്കയുടെ ഒരു കുരു പോലെ തന്നെ ഇതുണ്ടോ, ഈ സീഡ് എന്ന് പറയുന്നത് നോർമൽ സീഡ്, പക്ഷെ തീരെ ചെറുതായിരിക്കും. ഇതിൻ്റെ പൂവെന്ന് പറയുന്നതും പൂ കാണിച്ച് നോക്ക്, ഇത്രയും വലിപ്പമേ ഉള്ളൂ. വളരെ ചെറിയ പൂവ്. നോർമൽ പാവയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ശ്രദ്ധിക്കാൻ തന്നെ കാരണം ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു പാവയ്ക്ക കണ്ടിട്ട് പോലുമില്ല. ആൻറ്റി ഇത് എവിടെ നിന്നാണ് സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കുറച്ച് ആകെ സ്പേസ് വളരെ കുറവാണ്. ഉള്ള സ്പേസിലെല്ലാം ആൻറ്റി ഓരോന്നൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. വാഴയും കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. എല്ലാ തവണയും അത് പറിക്കുമ്പോൾ എനിക്കും കൊണ്ട് തരാറുണ്ട്. ഇപ്പം ഇത് ശരിക്കും ഞാൻ ശ്രദ്ധിക്കാൻ കാരണം തന്നെ ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതിന് ഭംഗി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നിറച്ച് പാവയ്ക്കായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താ ആൻറ്റി എനിക്ക് തരാത്തേന്ന് ഓർത്തിട്ടാണ് ഞാൻ ആൻറ്റിയോട് ചോദിച്ചത്, ആൻറ്റി എന്താണ് എനിക്ക് ഈ സാധനം തരാഞ്ഞതെന്ന്. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞത്, മീര ഞാനത് പറിച്ച് തരാം, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ്. ഇതിനകത്ത് ഇത് നമ്മുടെ പഴുത്ത പാവയ്ക്ക. ഇനി ഇത് കണ്ടോ, ഇത് ഒരു മൂത്ത പാവയ്ക്കയാണ്. ഇതും മൂത്തതാണ്. ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മളിത് പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓൾറെഡി ഇത് കളറ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായില്ലേ? റെഡിഷ് കളറിലേക്ക് വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഇത്രയും ആയപ്പം തന്നെ ഇത് മൂത്തു. ഇതുണ്ടോ, ഇതൊക്കെ ഭയങ്കര കട്ടിയാണ്. നമ്മൾ നോർമലി മെഴുക്കുവരട്ടിയാൽ എന്തിന് വേണമെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ഈ കുരുക്കൾ കളഞ്ഞിട്ട് വേണം
നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നോർമൽ പാവയ്ക്കൊക്കെ അങ്ങനെയല്ല, പക്ഷേ വലിയ പാവയ്ക്കാകുമ്പോൾ ഇത് കുരു കളയാൻ എളുപ്പമായിരിക്കും. പക്ഷേ ചെറുതാകുമ്പോൾ ഇത്തിരി മെനക്കെട്ടിരുന്ന് കുറേ സമയം എടുത്താൽ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതേസമയം തീരെ പിഞ്ച് പാവയ്ക്കാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അത് കുരു കളഞ്ഞില്ലെങ്കിലും നമുക്ക് അരിഞ്ഞങ്ങ് ഇട്ടാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പാവയ്ക്കയ്ക്ക് അത് കണ്ടില്ലേ, ഇത് നമ്മൾ നോർമലി രണ്ടായിട്ട് മുറിച്ചിട്ട് ഇട്ടാൽ മതി. പക്ഷേ എന്നിരുന്നാലും ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രം പറ്റുന്ന പരിപാടിയാണ്. നമ്മുടെ ഈ കൂർക്കയൊക്കെ ചിരണ്ടുന്ന പോലെ, പണ്ടൊക്കെ കൂർക്ക ചിരണ്ടാനോ അല്ലെങ്കിൽ ഇപ്പം കൂർക്ക നമ്മൾ തല്ലി അതിൻ്റെ തൊലി കളയുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതേമാതിരി തല്ലി കളഞ്ഞാലും കുറച്ച് പണിയുണ്ടല്ലോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല കൊതുകുണ്ട്. എന്നിരുന്നാലും ഇതിന് നല്ല ടേസ്റ്റാണ്. എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നു, എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ് പൊതുവെ പാവയ്ക്ക. വീട്ടിലെല്ലാവർക്കും അത്ര താല്പര്യമില്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു ഇതുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.